നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുഡേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ് സി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീവ് മാട്രസസ്. സ്വരം കടുപ്പിച്ച് ഇന്ത്യ. ഇന്ത്യൻ സൈനികരുടെ മൃതദേഹം വികൃതമാക്കിയ സംഭവത്തിൽ നിലപാട് കടുപ്പിച്ച് ആഭ്യന്തര മന്ത്രാലയം. പാക് സൈനിക നടപടി ശരിവയ്ക്കുന്ന തെളിവുകൾ ലഭിച്ചതിനു പിന്നാലെ ഹൈക്കമ്മീഷണർ അബ്ദുൾ ബാസിത്തിനെ വിളിച്ചുവരുത്തി ഇന്ത്യയുടെ പ്രതിഷേധം. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കൊണ്ടുപോയത് വലിച്ചിഴച്ച്. ആക്രമണ സമയത്ത് പാക് സൈനികർക്കൊപ്പം ലഷ്കർ-ഇ തൊയ്ബ ഭീകരർ ഉണ്ടായിരുന്നതായി ആരോപണം. മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ഇന്ത്യ. പ്രതിവിധി തേടി സർക്കാർ. ടി.പി. സെൻകുമാറിന്റെ പുനർനിയമന ഉത്തരവിൽ വ്യക്തത തേടി സർക്കാർ സുപ്രീം കോടതിയിൽ. വിധിയിൽ ഭേദഗതി വേണമെന്ന അപേക്ഷയ്ക്ക് പുറമെ പുനഃപരിശോധനാ ഹർജി നൽകിയും സർക്കാർ നടപടി. അപേക്ഷയിലെ തീരുമാനം വിധിയെ സ്വാധീനിക്കരുതെന്നും ആവശ്യം. അതിനിടെ സെൻകുമാർ വിഷയം നിയമസഭയിൽ റിപ്പോർട്ട് ചെയ്ത് മുഖ്യമന്ത്രി. കോടതി വിധി അനുസരിച്ച് സെൻകുമാറിനെ പോലീസ് മേധാവിയാക്കേണ്ടി വരും. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരണമെന്നും പിണറായി വിജയൻ. ചുവക്കാൻ രണ്ടില്ല. LDF-ലും UDF-ലും ഒരുപോലെ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കി മാണി ഗ്രൂപ്പ്. KM മാണി കോൺഗ്രസ് ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതായി സൂചന നൽകി കോട്ടയത്ത് മാണിക്ക് CPM പിന്തുണ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ CPM പിന്തുണയുടെ കേരള കോൺഗ്രസിലെ സഖറിയാസ് കുതിരവേലിക്ക് ജയം. മാണിയുടേത് രാഷ്ട്രീയ വഞ്ചനയെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. UDF വിടാൻ മതിയായ കാരണങ്ങളില്ലായിരുന്നു, നടത്തിയത് അവസരവാദപരമായ നീക്കമെന്നും വിമർശനം. CPM കേരള കോൺഗ്രസ് സഖ്യത്തിന് പിന്നിൽ ജോസ് കെ മാണിയെന്ന് MM ഹസൻ. അതേസമയം മുന്നണി മാറ്റം LDF-മായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് KM മാണി. കരാർ ലംഘനം ആദ്യം നടത്തിയത് കോൺഗ്രസ്. പാർട്ടി മലർന്നു കിടന്ന് തുപ്പുകയാണെന്നും മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ. മാണിക്കെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് VS. കോട്ടയത്തെ വാർത്ത സത്യമാകാതിരിക്കട്ടെ എന്നും പ്രതികരണം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സഖ്യത്തിൽ CPI-ക്കും അതൃപ്തി. പ്രതിഷേധവും പ്രതികരണവും. ടി.പി. സെൻകുമാറിന്റെ പുനർനിയമനത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സംസ്ഥാന DGP ആരെന്ന ചോദ്യവുമായി MLA-മാരുടെ പ്രതിഷേധം. സഭാ നടത്തിപ്പ് സംബന്ധിച്ച് സ്പീക്കർ നിലപാടെടുക്കണമെന്ന് മുഖ്യമന്ത്രി. ചോദ്യോത്തരവേള എല്ലാ ദിവസവും തടസ്സപ്പെടുത്തുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. പുനർനിയമന വിഷയത്തിൽ സർക്കാരുമായി ഏറ്റുമുട്ടാനില്ലെന്ന് ടി.പി. സെൻകുമാർ. ഇക്കാര്യത്തിൽ തനിക്ക് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിന് രേഖകൾ ചോർത്തി നൽകിയെന്ന ആരോപണം തെറ്റ്. തനിക്ക് രേഖകൾ ലഭിച്ചത് വിവരാവകാശം വഴിയെന്നും ടി.പി. സെൻകുമാർ. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുഡേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ് സി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീവ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.